ഒരു 5 വർഷം മുന്നേയൊക്കെ വരെ ഒരു തടിച്ച പേഴ്സ് പുരുഷന്മാരുടെ ഷർട്ടിന്റെ പോക്കറ്റിൽ അല്ലെങ്കിൽ പാന്റിന്റെ പോക്കറ്റിൽ കാണാമായിരുന്നു. സ്ത്രീകൾക്ക് ഒരു വാലറ്റ് അല്ലെങ്കിൽ വാനിറ്റി ബാഗ് എപ്പോഴും കൂടെ ഉണ്ടാകും. കറൻസി നോട്ടുകൾ, നാണയത്തുട്ടുകൾ, രസീതുകൾ, ഐഡന്റിറ്റി കാർഡുകളെല്ലാം സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഭണ്ഡാരമായിരുന്നു ഈ പേഴ്സ് അല്ലെങ്കിൽ വാനിറ്റി ബാഗ്. എന്നാൽ ഇന്ന് അതൊരു അപൂർവ കാഴ്ചയാണ്. ഓൺലൈൻ പേയ്മെന്റ് എല്ലാവർക്കും ശീലമായതോടെ ചിലവഴിക്കുവാനായി കറൻസി നോട്ടുകൾ കയ്യിൽ കാണാറില്ല. പേഴ്സ് എടുക്കാനായി ആരും ഓർക്കാറുമില്ല. ഇങ്ങനെ വന്നതോടെ പല കാര്യങ്ങൾക്കും ഐഡന്റിറ്റി കാർഡ് ഉപയോഗിക്കുവാൻ നോക്കുമ്പോൾ അതെല്ലാം വീട്ടിൽ ഭദ്രമായി പേഴ്സിലിരിക്കുകയാണ്. അതുകൊണ്ട് മിക്കവരും ഐഡന്റിറ്റി കാർഡിന്റെ ഫോട്ടോ എടുത്ത് ഗാലറിയിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഒരാവശ്യത്തിന് ഈ ഐഡന്റിറ്റി കാർഡിന്റെ ഫോട്ടോ ഗാലറിയിൽ തപ്പുമ്പോൾ അത് കാണുകയുമില്ല. ഡിജി ലോക്കർ ഈ പ്രശ്നം പരിഹരിച്ചു വരുന്നുവെങ്കിലും ഡിജി ലോക്കർ സൈൻ ഇൻ ചെയ്തു തുടങ്ങുവാനുള്ള പ്രയാസം കാരണം അധികം ആളുകൾ ഡിജി ലോക്കറിൽ എത്തിയില്ല. ഇന്ന് ഇന്ത്യയിൽ ആധാർ കാർഡ് തന്നെയാണ് ഏറ്റവും പ്രധാനമായ തിരിച്ചറിയൽ രേഖ. കാരണം കൃത്യമായി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഫോട്ടോ എടുത്ത് ബയോമെട്രിക് സ്കാൻ ചെയ്ത് നൽകുന്ന തിരിച്ചറിയൽ രേഖയാണ് ആധാർ ID കാർഡ്. അതുകൊണ്ട് 99% ആവശ്യങ്ങൾക്കും തിരിച്ചറിയൽ രേഖയായി രാജ്യത്തിനുള്ളിൽ ആധാർ കാർഡ് മതി. സർക്കാർ സേവനങ്ങൾ ലഭിക്കുവാനും ബാങ്ക് അക്കൗണ്ടുകൾ ആരംഭിക്കുവാനും യാത്രാ ടിക്കറ്റ് എടുക്കുവാനും തുടങ്ങി ഏതിനും ആധാർ മതി. ഈ ആധാർ കാർഡ് ഇനി കാർഡ് രൂപത്തിൽ കൊണ്ടു നടക്കേണ്ട എന്ന് പറയുവാനാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ആൻഡ്രോയിഡ് ഫോണുകൾക്കും iOS ഫോണുകൾക്കും ആധാർ ആപ്പ് എത്തിയിരിക്കുകയാണ്. ഈ ആപ്പ് എങ്ങനെ ഉപയോഗിക്കണമെന്നും അതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്നും അതിന്റെ ഭാവി സാധ്യതകൾ എന്തൊക്കെയെന്നും ഈ വീഡിയോയിൽ മനസ്സിലാക്കാം. സ്മാർട്ട് ഫോണിൽ ആധാർ കാർഡ് കൊണ്ടു നടക്കുവാൻ UIDAI അനുവദിക്കുന്ന മൊബൈൽ ആപ്പാണ് ഈ ആധാർ ആപ്പ്. സുരക്ഷയ്ക്കായി ഫേസ് ഓതന്റിക്കേഷനും ബയോമെട്രിക് ലോഗുമുള്ള ആപ്പാണിത്. ഒരു ഫോണിൽ ഒരു ആധാർ കാർഡ് മാത്രമേ രജിസ്റ്റർ ചെയ്യാവൂ എന്നുമില്ല. 5 ആധാർ ഐഡികൾ വരെ ഒരു ഫോൺ നമ്പർ ഉപയോഗിച്ച് ഒരു ഡിവൈസിൽ ചേർക്കാം. ആധാർ ID മറ്റൊരാൾക്ക് ഈ ആപ്പിൽ നിന്ന് ഷെയർ ചെയ്യാനും സൗകര്യമുണ്ട്. അതിൽ തന്നെ എന്തെങ്കിലും വിവരങ്ങൾ ഹൈഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യവുമുണ്ട്. നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് സെലക്ട് ചെയ്ത് അത് ഷെയർ ചെയ്യാനുള്ള ലിങ്ക് അല്ലെങ്കിൽ QR കോഡ് ജനറേറ്റ് ചെയ്യാം. ഇതുവഴി ആവശ്യമെങ്കിൽ അഡ്രസ്സ് തുടങ്ങിയ ഡീറ്റെയിൽസ് മറയ്ക്കുവാൻ കഴിയും. ഈ ആപ്പ് ഉപയോഗിക്കാൻ എപ്പോഴും ഇന്റർനെറ്റ് ഡാറ്റ കണക്ഷൻ വേണമെന്നുമില്ല. ഒരിക്കൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്താൽ പിന്നെ ഡാറ്റ കണക്ഷൻ കിട്ടാത്ത സാഹചര്യത്തിലും ഈ ആപ്പ് ഓപ്പൺ ചെയ്ത് ID ഉപയോഗിക്കാം. ഈ ആപ്പ് രജിസ്റ്റർ ചെയ്യുവാൻ ആധാർ കാർഡ് പോലും വേണമെന്നില്ല. ആധാർ നമ്പർ ഉണ്ടായാലും മതി. തുടർന്ന് OTP വഴിയും ഫേസ് റെക്കഗ്നീഷൻ വഴിയുമാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ആധാർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് നോക്കാം. ആദ്യമേ ഫോണിലെ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോർ തുറന്ന് ആധാർ എന്ന് സെർച്ച് ചെയ്യുക. UIDAI തന്നെയാണ് അതിന്റെ ഡെവലപ്പർ എന്ന് ഉറപ്പുവരുത്തുക. ഗവൺമെന്റ് എന്ന ഒരു വെരിഫിക്കേഷൻ ലേബൽ ഉണ്ടാകും. ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പ് തുറക്കുമ്പോൾ പല കൺസെന്റുകൾ നിങ്ങളോട് ചോദിക്കും. അതെല്ലാം എലോ ചെയ്യുക. അതിനുശേഷം ആധാർ നമ്പർ എൻറ്റർ ചെയ്യുക. ആധാർ IDയുമായി രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരും. ഈ OTP ഓട്ടോമാറ്റിക്കായി റെക്കഗ്നൈസ് ചെയ്യും. അടുത്തത് ഫേസ് ഓതന്റിക്കേഷൻ ആണ്. പ്രൊഫൈൽ സെറ്റ് ചെയ്യുവാനായി ഫേസ് സ്കാൻ ചെയ്യും. അതുവഴി ആപ്പ് ഉപയോഗിക്കുന്നത് ആ ID ഉടമയാണ് എന്ന് ഉറപ്പുവരുത്തും. അതിനുശേഷം ആപ്പിന് ലോക്കായി ഒരു പിൻ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് ലോക്ക് ഇടാം. അതുവഴി നിങ്ങളുടെ പ്രൊഫൈൽ സുരക്ഷിതമാക്കാം. ഇതേ ഫോൺ നമ്പർ തന്നെ കുടുംബത്തിലെ മറ്റാരുടെയെങ്കിലും ID കാർഡ് നൽകിയിട്ടുണ്ടെങ്കിൽ ആ IDകൾ കൂടി ഈ ഫോണിൽ തന്നെ ആഡ് ചെയ്യാം. ഇങ്ങനെ 5 IDകൾ വരെ ഒരു ഫോണിൽ ചേർക്കാം. അങ്ങനെ സെറ്റപ്പ് പൂർത്തീകരിച്ചാൽ നിങ്ങളുടെ ആധാർ ഡീറ്റെയിൽസ് കാണുവാൻ കഴിയും. QR കോഡ് ജനറേറ്റ് ചെയ്യുകയും അത് പങ്കുവയ്ക്കുകയും ചെയ്യാം. ഓഫ്ലൈൻ ആയിരിക്കുമ്പോഴും ആവശ്യമെങ്കിൽ ആധാർ ഡീറ്റെയിൽസ് ആപ്പിൽ എടുക്കുവാനും കഴിയും. ആധാർ ആപ്പ് ഫോണിൽ ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. ഒന്ന്, യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ UIDAI ഡെവലപ്പ് ചെയ്ത ആധാർ എന്ന ആപ്പ് തന്നെയാണോ ഡൗൺലോഡ് ചെയ്തതെന്ന് നോക്കുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിന്റെ പിൻ മറ്റാരുമായി പങ്കുവയ്ക്കാതിരിക്കുക. ആപ്പ് രജിസ്റ്റർ ചെയ്യുന്നതോടെ നിങ്ങളുടെ ആധാർ ഡിജിറ്റൽ ആധാർ ആകും. ദൈനംദിന ജീവിതത്തിൽ എവിടെയൊക്കെ ഈ ഡിജിറ്റൽ ആധാർ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഒന്ന്, പൊതുവായ ID വെരിഫിക്കേഷൻ. നിങ്ങൾ ബാങ്കിലോ സർക്കാർ ഓഫീസിലോ ഒരു മൊബൈൽ കണക്ഷൻ എടുക്കാനായി നിൽക്കുമ്പോഴോ ആധാർ കാർഡോ അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയോ നൽകുന്നതിന് പകരം ആപ്പ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങളുടെ പ്രൊഫൈൽ കാണിക്കുകയോ QR കോഡ് നൽകുകയോ ചെയ്യാം. ഭാവിയിൽ മനുഷ്യ സഹായം ഇല്ലാതെ ഓട്ടോമേറ്റഡ് മെഷീനുകൾ വരുമ്പോൾ ഇതുവഴി ID വെരിഫിക്കേഷൻ ചെയ്യാനാകും. അങ്ങനെ ID വെരിഫിക്കേഷൻ വേഗത്തിലാകും. ഈ ആപ്പ് കൊണ്ടുള്ള രണ്ടാമത്തെ ഉപയോഗം തിരഞ്ഞെടുത്ത വിവരങ്ങൾ മാത്രം പങ്കുവയ്ക്കാമെന്നുള്ളതാണ്. പല കാര്യങ്ങൾക്കും നിങ്ങളുടെ മുഴുവൻ ഡീറ്റെയിൽസും ആവശ്യമുണ്ടാകില്ല. ചിലപ്പോൾ നിങ്ങളുടെ പേരും ഫോട്ടോയും മാത്രം മതിയാകും. അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങളുടെ അഡ്രസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത്, ആധാർ നമ്പർ എന്നിവ ഹൈഡ് ചെയ്ത് ID വെരിഫൈ ചെയ്യും. സ്വകാര്യത സംരക്ഷിക്കാനും ഇതുവഴി കഴിയും.
സർക്കാർ സേവനങ്ങളിൽ ഐ ഡി വെരിഫിക്കേഷൻ ഓട്ടോമേറ്റഡ് ആകുന്നതോടെ ഉദ്യോഗസ്ഥൻ പോലും വിവരങ്ങൾ കാണാതെ ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യാനാകും ഭാവിയിൽ. എന്നാൽ നിലവിൽ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഐ ഡി വെരിഫൈ ചെയ്യുന്നത്. ഈ ആപ്പിന്റെ മൂന്നാമത്തെ ഉപയോഗം ഓഫ്ലൈനായും ഐ ഡി കാർഡ് ആക്സസ് ചെയ്യാം എന്നുള്ളതാണ്. ഇന്റർനെറ്റ് സിഗ്നൽ ഇല്ലാത്ത സാഹചര്യത്തിലും ട്രെയിൻ യാത്രയിലോ ഗ്രാമീണ മേഖലയിലോ ഒക്കെ ഓഫ്ലൈനായും ആപ്പ് തുറന്ന് ആധാർ കാർഡ് കാണാനാകും. നാലാമത്തെ ഉപയോഗം മക്കളുടെ ആധാർ ഐ ഡികളും പേരൻസിന്റെ സെയിം ഫോണിൽ നിന്ന് തന്നെ രജിസ്റ്റർ ചെയ്ത് ഉപയോഗിക്കാനാകും. അഞ്ചാമത്തെ ഗുണം, ഇത് സേഫ് ആണ്. അതിഭയങ്കര സെക്യൂരിറ്റി ഫീച്ചറുകളുള്ള ആപ്പാണിത്. ഒരു എക്സ്റ്റേണൽ ആപ്പുകൾക്കോ വെബ്സൈറ്റുകൾക്കോ വൈറസുകൾ ഉപയോഗിച്ചോ ഫോണിൽ ആക്സസ് നേടി ഈ ആപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് സ്ക്രീൻ ഇന്റർഫേസ് കാണുവാൻ കഴിയില്ല. ഫോണിന്റെ ഉടമസ്ഥനല്ലാതെ ഈ ആപ്പ് തുറക്കുവാനും കഴിയില്ല. ഫിസിക്കൽ കാർഡ് ഉപയോഗിച്ചാൽ അബദ്ധവശാൽ അത് കയ്യിൽ നിന്ന് വീണുപോയി മറ്റൊരാളുടെ കയ്യിൽ എത്തിയാൽ ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ ആപ്പ് ഉപയോഗിക്കുന്ന വഴി കാർഡ് കൊണ്ട് നടക്കുന്നത് ഒഴിവാക്കുവാൻ സാധിക്കും. ആറാമത്തെ ഗുണം, ഫോട്ടോസ്റ്റാറ്റുകൾ എടുക്കുന്നത് ഒഴിവാക്കാം എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും ഒരു 100 വട്ടമെങ്കിലും ആധാർ കാർഡിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ടുള്ളവരാകാം. എന്നാൽ ഈ ആപ്പ് വഴി വെരിഫിക്കേഷൻ പേപ്പർലെസ് ആകും. ഫോട്ടോസ്റ്റാറ്റ് കൊടുക്കുന്നതിന് പകരം QR കോഡ് നൽകിയാൽ മതി. ഇന്ന് ഒരാളെ ഐഡന്റിഫൈ ചെയ്യുവാൻ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ഫോൺ നമ്പറാണ്. അതിനൊപ്പം ആധാർ ആപ്പ് കൂടി ഫോണിൽ എത്തുന്നതോടെ നിങ്ങളുടെ കംപ്ലീറ്റ് ID ഫോൺ ആകും. ഈ ആപ്പിൽ ഫേസ് റെക്കഗ്നീഷൻ, ബയോമെട്രിക് ലോക്ക് എന്നിവ ഉള്ളതുകൊണ്ട് മിസ്യൂസിനുള്ള സാഹചര്യവും കുറവാണ്. മറ്റൊരാളുടെ കയ്യിൽ ഫോൺ എത്തിയാൽ പോലും ഫേസ് അല്ലെങ്കിൽ ബയോമെട്രിക് അല്ലെങ്കിൽ പിൻ ഇല്ലാതെ ആപ്പ് അൺലോക്ക് ചെയ്യുവാൻ കഴിയില്ല. ID വെരിഫിക്കേഷൻ സാഹചര്യങ്ങളിൽ സെലക്റ്റീവായി ഡാറ്റ കൈമാറുന്നത് കൊണ്ട് ഡാറ്റ പ്രൈവസിയും ഉണ്ട്. വെരിഫിക്കേഷൻ പേപ്പർലെസ് ആകുന്നതോടെ ജനങ്ങൾക്കും സർക്കാരിനും ഒരേപോലെ ഫോട്ടോസ്റ്റാറ്റിനും പ്രിന്റ് ഔട്ടുകൾക്കുമായി ചെലവാകുന്ന പണം ലാഭിക്കാം. ഇന്ത്യക്കാർക്കുള്ള ആഗോള തിരിച്ചറിയൽ രേഖയാണ് ആധാർ. സംസ്ഥാനങ്ങൾ മാറിയാലും അഡ്രസ് മാറിയാലും അടിയന്തര പ്രകൃതി ദുരന്ത സാഹചര്യങ്ങളിൽ ഓടിപ്പോകേണ്ടി വന്നാലും ഫോണിൽ ഈ ID നിങ്ങളോടൊപ്പം ഉണ്ടാകും. മറ്റൊരു പ്രധാനമായ ഗുണം, നിങ്ങളുടെ ആധാർ എവിടെയൊക്കെ വെരിഫിക്കേഷനായി ഉപയോഗിച്ചുവെന്ന് ആപ്പിൽ അറിയുവാനും കഴിയും. ആധാർ ആപ്പിന്റെ ഒരുപാട് ഗുണങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ അതിന് നിരവധി വെല്ലുവിളികളും പ്രശ്നങ്ങളുമുണ്ട്. ഒന്ന്, സ്മാർട്ട് ഫോണും മൊബൈൽ നെറ്റ്വർക്കും ഉണ്ടെങ്കിൽ മാത്രമേ ഡിജിറ്റൽ ആധാറായി രജിസ്റ്റർ ചെയ്യുവാൻ ഒരാൾക്ക് കഴിയുകയുള്ളൂ. ദരിദ്രരായ ജനങ്ങൾക്കിടയിൽ ഈ കാര്യങ്ങൾ ഇപ്പോഴും ഇല്ല. രണ്ടാമത്തേത്, ആളുകളുടെ എല്ലാം ഫോണുകളിൽ ഡിജിറ്റൽ ID ആകുന്നതോടെ എങ്ങനെയും ആപ്പിന്റെ സുരക്ഷ മുറിക്കുവാൻ ഹാക്കേഴ്സിന്റെ ശ്രമം നടക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആപ്ലിക്കേഷൻ കൃത്യമായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മൂന്നാമത്തേത്, നിങ്ങളുടെ ID രജിസ്റ്റർ ചെയ്താലും പല നിയമപരമായ കാര്യങ്ങൾക്കും നിങ്ങളുടെ ഫിസിക്കൽ ആധാർ കാർഡ് തന്നെ ഹാജരാക്കേണ്ടി വരും. നാലാമത്തേത്, നിങ്ങളുടെ ആപ്പിന്റെ ആക്ടിവിറ്റി ലോഗ് പരിശോധിച്ച് നിങ്ങളുടെ ID നിങ്ങളുടെ അറിവോടെ മാത്രമേ ഉപയോഗിച്ചുള്ളൂ എന്ന് ഇടയ്ക്കിടെ പരിശോധിക്കണം. ഈ ആധാർ ആപ്പിന്റെ ചില വെല്ലുവിളികൾ പറഞ്ഞുവെങ്കിലും വലിയ സാധ്യതകൾ കൂടിയാണ് ഇത് തുറന്നിടുന്നത്. തിരിച്ചറിയൽ രേഖ എന്ന നിലയിൽ ഇന്ന് തന്നെ ആധാർ എല്ലായിടങ്ങളിലും ഉപയോഗിക്കുവാൻ കഴിയുന്നുണ്ട്. ഈ ആപ്പിൽ കൂടുതൽ ഫീച്ചറുകൾ ഉൾപ്പെടുന്നതോടെ ഫോൺ ജസ്റ്റ് 1 ടാപ്പ് ചെയ്യുന്നതിലൂടെ ID വെരിഫൈ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ആക്കാം. പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ സർക്കാർ സ്ഥാപനങ്ങളിലും മാളുകളിലും പ്രവേശിക്കുന്നവർക്ക് മെറ്റൽ ടിക്കറ്റുകൾ പോലെ ID വെരിഫിക്കേഷൻ മെഷീൻ സ്ഥാപിച്ചാൽ പ്രവേശിക്കുന്ന ആളുകൾ ആരൊക്കെയെന്ന് ഡാറ്റ ശേഖരിക്കപ്പെടും. ഇതുവഴി അനധികൃതമായി രാജ്യത്ത് എത്തിയുടെ ജീവിക്കുന്നത് തടയുവാൻ കഴിയും. ആധാർ ആപ്പിന് ഭാവിയിൽ ഫോണിൽ മാത്രമല്ല ശരീരത്തിൽ ധരിക്കുന്ന ബാൻഡിലോ റിംഗിലോ ഒക്കെ പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുവാൻ കഴിയും. അതേപോലെ ഭാവിയിൽ ഡ്രൈവിംഗ് ലൈസൻസ്, ഹെൽത്ത് ID, എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ എല്ലാ രേഖകളും ഈ ഒറ്റ കുടക്കീഴിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും. വോട്ടർ ID പോലും ആധാറിൽ ഉൾപ്പെടുത്തിയാൽ ഇലക്ഷൻ സമയത്ത് ഒരുപാട് ഉദ്യോഗസ്ഥരുടെ അകമ്പടി ഇല്ലാതെ ആളുകൾക്ക് വോട്ട് ചെയ്യാനാകും. അതായത് വോട്ടിംഗ് മെഷീനിലേക്ക് ബയോമെട്രിക് ID സ്കാൻ ചെയ്താൽ ആധാർ ID വെരിഫൈ ചെയ്യുകയും തുടർന്ന് വോട്ട് ചെയ്യാനുള്ള വിൻഡോയിൽ വോട്ട് ചെയ്യുന്ന സംവിധാനവും ഉണ്ടായാൽ ഇരട്ട വോട്ടുകളും കള്ള വോട്ടുകളും ഒഴിവാക്കുവാൻ കഴിയും. ഈ ആധാർ ആപ്പ് വെറും ഒരു ആരംഭം മാത്രമല്ല, പുതിയ സാങ്കേതിക വിദ്യയുടെ ഒരു ലോകത്തേക്ക് തുറന്നിട്ട വാതിൽ കൂടിയാണ്.